GST നടപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് അതിൽ ശ്രീമാൻ നരേന്ദ്രമോദി വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ഈ സമയത്തിന്റെ പ്രാധാന്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആലോചിക്കുന്നത് ഉചിതമായിരിക്കും എന്നാണ് കരുതുന്നത്. 4 സ്ലാബുകളായി നടപ്പാക്കിയിരുന്ന GST ഇപ്പോൾ 2 സ്ലാബുകളിലേക്ക് പരിമിതപ്പെടുത്തുകയാണ്. 5-18% എന്ന നിലയിലേക്ക് മാറ്റി 4 സ്ലാബുകൾ ഉണ്ടായിരുന്നത് 2 സ്ലാബാക്കി 12, 18, 28, 5 എന്ന് പറയുന്ന സ്ലാബുകളിലാണ് ഇപ്പോൾ 5ഉം 18ഉമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 12-28% GST എന്ന സ്ലാബുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനമാണ് GST കൗൺസിൽ എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു സമയം നോക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകമായി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനായി സാധ്യമല്ല. രാഷ്ട്രീയ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ 2 സ്ലാബുകളിലേക്ക് GST പരിമിതപ്പെടുത്തുമ്പോൾ ഒരുപാട് സാധനങ്ങളുടെ വില കുറയും എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും പരസ്യപ്പെടുത്തിയിരിക്കുന്നതും. സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പല വസ്തുക്കളുടെയും വില ഗണ്യമായി കുറയും എന്നതാണ് ഇതിൽ നിന്ന് ശ്രീമാൻ നരേന്ദ്രമോദിയും ശ്രീമതി നിർമ്മല സീതാരാമനും ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ എന്താണ് ശ്രീമാൻ നരേന്ദ്രമോദിയെയും അതുപോലെ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനെയും പ്രേരിപ്പിച്ചത് എന്നത് വളരെയേറെ കൗതുകം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ രാഷ്ട്രീയ മാനം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ബീഹാറിൽ നടത്തിയതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വോട്ട് മോഷണം സംബന്ധിച്ച വലിയ ഒരു പ്രചാരണം നരേന്ദ്രമോദിയുടെ കാലിന്റെ അടിയിലെ മണ്ണിനെ ആകെ ഇളക്കി മറിച്ചിരിക്കുന്നു. വോട്ട് മോഷണം കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന പ്രചാരണം വളരെ ശക്തിയായി ബീഹാറിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ പോലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ ഈ GSTയുടെ സ്ലാബിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ തനിക്ക് പരാജയം ഏൽക്കേണ്ടി വരുമോ എന്ന ഭയം വളരെയേറെ ശ്രീമാൻ നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ബീഹാറിന്റെ പ്രാദേശിക പാർട്ടിയായ ജനതാദൾ യുവിനെ നയിക്കുന്ന ശ്രീമാൻ നിതീഷ് കുമാറിനെയും വല്ലാതെ അലട്ടുന്നുണ്ട് എന്നത് സത്യം. ഇത് വല്ലാതെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് ശ്രീമാൻ നിതീഷ് കുമാർ പറഞ്ഞും പറയാതെയും ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഹാറിൽ അടിതെറ്റിയാൽ വരാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ 2026 തെരഞ്ഞെടുപ്പുകളിലും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന ഭയം കൂടി ഈ GST പരിഷ്കരണത്തിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള പല നിരോധനങ്ങളും ആകെ കൂടി ശ്രീമാൻ നരേന്ദ്രമോദിയെ അങ്കരാപ്പിലാക്കിയിട്ടുണ്ട്. വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്കൊക്കെ നയിച്ചേക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ-US ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് പരക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ ശ്രീമാൻ നരേന്ദ്രമോദി നിതാന്ത ശത്രുതയിൽ ഇരുന്നതായിട്ടുള്ള ചൈനയുമായി പോലും ഇപ്പോൾ ചങ്ങാത്തം ഉണ്ടാക്കുന്നതിനായി നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ ഒരു പുതിയ അച്ചുതണ്ട് തന്നെ രാഷ്ട്രീയമായി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട്
മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം രൂപപ്പെട്ടു വരുന്നത് അമേരിക്കൻ ഭരണകൂടം ശ്രീ ട്രംപ് ഏർപ്പെടുത്തുന്നതായിട്ടുള്ള ചില പുതിയ നിഷേധങ്ങളുടെ ഫലമായിട്ടാണ് എന്നതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ദീപാവലി നാളിൽ, അതായത് സെപ്റ്റംബർ 22 മുതലാണ് ഇപ്പോൾ GSP പരിഷ്കാരം നടപ്പിലാകാൻ പോകുന്നത്. അതിന്റെ ഫലമായി സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വില കുറയും എന്ന പ്രചാരം ശക്തി ആർജിച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കടം വർധനവ്, അതോടൊപ്പം തന്നെ ആളോഹരി വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ്, ആ തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാനായിട്ടുള്ള ഈ പരിഷ്കാരം കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതിനകത്തുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രധാനമായ ഒരു പരിസരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നടത്തിയ വോട്ട് അധികാർ യാത്ര, അല്ലെങ്കിൽ ആ പ്രചാരണം BJPയെ വല്ലാതെ ഇളക്കിയിട്ടുണ്ട്, വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നത് തെളിയാൻ പോവുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഒരു സൂചനയാണിപ്പോൾ ഈ 8 വർഷം കഴിഞ്ഞ് വൈകിയ വേളയിൽ GST പരിഷ്കാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും ശ്രീമാൻ നരേന്ദ്രമോദിയും ശ്രീമതി നിർമ്മല സീതാരാമനും ഈ 4 സ്ലാബുകൾ ഉണ്ടായിരുന്ന GSTയെ 2ലേക്ക് പരിമിതപ്പെടുത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മൂന്നാമത് നമ്മൾ ആരും അറിയാതെയുള്ള ഒരു സ്ലാബ് കൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഏരിയേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കോകോള പോലെ തുടങ്ങിയതായിട്ടുള്ള ഏരിയേറ്റഡ് ഡ്രിങ്ക്സിനും കേരളം വളരെയേറെ ആശ്രയിക്കുന്ന ലോട്ടറിക്കുമൊക്കെ 40% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു സംഗതി കൂടെ ഇതിനകത്ത് നമ്മൾ വെളിപ്പെട്ടു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് കേരളത്തെ വല്ലാതെ ബാധിക്കും. BJP ഇതര സംസ്ഥാനങ്ങളിലുള്ള ധനമന്ത്രിമാർ ഈ പരിഷ്കാരങ്ങളെ നന്നായി എതിർത്തിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി ഉണ്ടാകുന്ന കുറവ് നികത്തുവാൻ കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. അതും ഇതിന്റെ ഭാഗമായി പുറപ്പെടുവിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സംസ്ഥാന ധനമന്ത്രിമാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ഒരു പ്രശ്ന പരിഹാരമല്ല, പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രേരക ശക്തി എന്ന് മുൻ ധനമന്ത്രിയായ ശ്രീ P. ചിദംബരം ഇപ്പോൾ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഉദ്ദേശശുദ്ധി, ഈ GST സ്ലാബുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഉദ്ദേശശുദ്ധി ഉള്ളതാണോ എന്ന സംശയം പരക്കെ രാഷ്ട്രീയ വൃത്തങ്ങളും ധനവിദഗ്ധന്മാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.